നോക്കിയാൽ ഈ ബൈബിൾ വചനം അന്വർത്ഥമാകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭയങ്കരവും അതിശയകരവുമായ അനുഭവത്തിലുള്ള മനുഷ്യന്റെ സൃഷ്ടി, മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ചേർത്ത് വച്ച് ഇത്രമാത്രം പ്രവർത്തനങ്ങൾ ഒന്നിച്ച് മനുഷ്യന്റെ ബുദ്ധിയിൽ ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടെ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന് നടക്കുന്ന ഒരു പ്ലാന്റ് മനുഷ്യന് ഉണ്ടാക്കുവാൻ കഴിയണമെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് മാത്രമേ അത് കൊള്ളുകയുള്ളൂ എന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. 5 തുടങ്ങി അല്ലെങ്കിൽ 5, 5.5, 6, 6.5 അടിപ്പൊക്കത്തിൽ 70 തുടങ്ങി 90 വരെയുള്ള കിലോയ്ക്കകത്ത് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനിക്കുന്ന ഒരു കുഞ്ഞിന് 70 കിലോ എന്നല്ല, 2.5, 3, 3.5 കിലോയിൽ ആരംഭിക്കുന്ന ഒരു ശിശുവിന്റെ ശരീരത്തിൽ തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും അവന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സകല പ്രവർത്തനങ്ങളും ഒരുമിച്ച് വെച്ചുണ്ടാക്കിയെടുത്ത അത്ഭുതകരമായ ഒരു സൃഷ്ടിയാകുന്നു മനുഷ്യൻ എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനിയും 8-ാം സങ്കീർത്തനത്തിന്റെ 5, 6 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, വായിക്കാമോ? 8-ാം സങ്കീർത്തനം 5, 6 വാക്യങ്ങൾ. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അത് നമ്മുടെ മലയാളം വേദപുസ്തകത്തിലെ പരിഭാഷയുടെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ലിറ്റിൽ ലോവർ ദാൻ ദ ഏഞ്ചൽസ്, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വരുത്തിയ അവസ്ഥയിൽ. ദൂതന്മാർ അരൂപികൾ, അദർശ്യ ശരീരമുള്ളവരായിരുന്നു. എന്നാൽ മനുഷ്യൻ ശരീരത്തിൽ വസിച്ച് ഈ ഭൂമിയിൽ ചലിക്കുവാൻ പറ്റിയ ശാരീരിക ഘടനയോടുകൂടെ ലോകത്തിൽ മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായി ലോകത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ 8-ാം സങ്കീർത്തനത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോളോ 11 എന്ന് പറയുന്ന ബഹിരാകാശ പേടകത്തില് നീൽ ആംസ്ട്രോങ്ങും ആഡ്രിനും ചേർന്ന് ചന്ദ്രനിൽ അവർ കാലുകുത്തുമ്പോൾ അവർ ഒരു കുഞ്ഞു ബൈബിളുമായി അവർ കടന്നുപോയി. അവിടെ ചന്ദ്രനിലിറങ്ങി അവർ നിന്നിട്ട് വേദപുസ്തകം തുറന്ന് 8-ാം സങ്കീർത്തനം നിവർത്തി അവർ വായിക്കുവാനിടയായി തീർന്നു. മനുഷ്യന്റെ ഏതുമില്ലാത്ത അവസ്ഥകളും ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഔന്നത്യത്തെയും കണ്ടുകൊണ്ട് ആകാശത്തെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ കാണുമ്പോൾ മർത്യനെ നീ ഓർക്കുവാൻ അവൻ എന്തുമാത്രം എന്നുള്ള സങ്കീർത്തന ഭാഗം ശൂന്യാകാശത്ത് പോലും വായിച്ചു കേൾപ്പിച്ച ഒരു സങ്കീർത്തന ഭാഗമാണ്. അതിൽ മനുഷ്യന്റെ സൃഷ്ടിയുടെ വ്യക്തത വളരെ വിശകലനം ചെയ്ത് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ 102-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിൽ പറയുന്നു, സൃഷ്ടിപ്പാൻ ഇരിക്കുന്ന ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. മനുഷ്യ സൃഷ്ടിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യന്റെ യജമാനൻ, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി. അവനെ സ്തുതിപ്പാൻ ദൈവം മനുഷ്യനെ വിളിച്ചു. എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമായിരുന്നു. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ, മഹത്വത്തിനായി, എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് ഉണ്ടാക്കിയവരെയൊക്കെയും വിളിച്ചു വരുത്തുന്നു എന്ന് ദൈവവചനം പറയുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി എന്നവിടെ ദൈവവചനം പറയുകയാണ്. ഇനിയും കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യത്തെ ചേർത്തുകൊണ്ട് ഒരു മനുഷ്യൻ ഭൂമിയിലിരിക്കുമ്പോൾ എന്തു ചെയ്താലും അവൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്തു കൊള്ളണം. ഈ ഭൂമിയിൽ ദൈവമക്കൾ എന്തു ചെയ്താലും, മനുഷ്യർ എന്തു ചെയ്താലും, തിന്നാലും കുടിച്ചാലും എല്ലാം സകലതും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. എന്തു ചെയ്താലും, അതിലെടുത്ത്
എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ, തിന്നാലും കുടിച്ചാലും. അത് ഒഴിവാക്കുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല, നമ്മെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് വ്യക്തമായി എടുത്തെഴുതിയത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. അല്ലാതെ നമ്മുടെ മസിൽ വരിപ്പിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമായിരിക്കരുത് ദൈവമക്കൾ കഴിക്കേണ്ടത്. ലോകത്തിലെ മനുഷ്യർക്ക് ആ ഒരു വെളിപ്പാട് ലഭിച്ചില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ഈ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ ഉള്ളിൽ ബോധ്യമാക്കി തന്നിരിക്കുന്നത് കൊണ്ട് ഒരു ദൈവവൈതൽ ഭൂമിയിൽ ദൈവം അവൻ ആയുസ് കൊടുക്കുമ്പോൾ ആ ആയുസ്സിലും ആരോഗ്യത്തിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മുമ്പിൽ വരുന്ന ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച് അതിനെ ഒന്ന് വിശുദ്ധീകരിച്ചിട്ട് ഭക്ഷിക്കണം. എത്ര പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർക്ക് മുമ്പിൽ ലഭിക്കുന്ന ഭക്ഷണം പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് കഴിക്കാനുള്ള ക്ഷമയുണ്ടോ? ഒന്ന് കരമുയർത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയം പോരാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിന് മുതിരുന്നില്ല. കാരണം ഇനി ഒത്തിരി കാര്യത്തിന് കരങ്ങൾ ഉയർത്തേണ്ടതാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തുടക്കത്തിലേ അങ്ങ് ഉയർത്തിയാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ദൈവമക്കളോട് പറയുക, മുമ്പിൽ വരുന്ന ആഹാരം ഒരു വാക്ക് പ്രാർത്ഥിക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. കാരണം ലോകത്തിലേതാണ്ട് 175 കോടി ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ 700 കോടി ജനങ്ങൾ ലോകത്തിലുള്ളപ്പോൾ 1/4 ഭാഗം ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നെട്ടോട്ടമോടി പൊരിയുന്ന വയറുമായി ആഹാരമില്ലാതെ പിടഞ്ഞു മരിക്കുന്നവർ ലോകത്തിലുള്ളപ്പോൾ ഭക്ഷണത്തിന്റെ സമൃദ്ധി ദൈവം നമ്മുടെ മുൻപാകെ തന്നതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുപ്പാനിടയായി തീരണം. കാരണം അത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ മുൻപിൽ വരുന്ന ആഹാരം ദൈവത്തിന്റെ ദാനമാണ്. അല്ലാതെ നിങ്ങൾ ആരോഗ്യം കൊണ്ടും സമയം കൊണ്ടും പാടുപെട്ട് ഉണ്ടാക്കിയെടുത്തത് അല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അത് ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല ഇവിടെ പറയുന്നു, കുടിച്ചാൽ എന്ത് ചെയ്താലും ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവർത്തികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ആഹാര ക്രമീകരണം, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, പാർക്കുന്ന വീട്, ഉപയോഗിക്കുന്ന വസ്തുവകകൾ, സമ്പത്ത്, ഇവയെല്ലാം നിങ്ങളുടെ പക്കൽ യഥേഷ്ടം സ്വർഗത്തിലെ ദൈവം ആകാശത്തിന്റെ കലവറകളെ തുറന്ന് അവൻ നൽകി തരുമ്പോൾ ദൈവമക്കൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. കാരണം ഇത് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവമേ നിനക്ക് സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ജീവിതയാത്രയിൽ പറഞ്ഞാൽ തീരാത്ത ദാനങ്ങൾ നൽകിയ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഇന്നുവരെ നമ്മെ സൂക്ഷിച്ച ദൈവം എന്തെല്ലാം നന്മകൾ, ഭക്ഷിപ്പാൻ ആഹാരം, ഉടുക്കുവാൻ വസ്ത്രം, പാർക്കുവാൻ ഭവനങ്ങൾ, സഞ്ചരിപ്പാൻ വാഹനങ്ങൾ, ഉപയോഗിക്കുവാൻ വസ്തുവകകൾ, യാത്ര ചെയ്യുവാൻ വാഹനം, ചെലവഴിപ്പാൻ പണം, എല്ലാം നമ്മുടെ കയ്യിൽ സമൃദ്ധിയായി ദൈവം നൽകിയതോർത്ത് അതിൽ സന്തോഷമുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ ദാനങ്ങളെ തന്ന് ഈ ഭൂമിയിൽ നമ്മെ നടത്തുന്നവൻ. ഇനി മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ബൈബിൾ പറയുന്നു. വായിച്ചാട്ട് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 7:29. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയ മനുഷ്യന് സൂത്രമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോഴോ എല്ലാം സൂത്രങ്ങളാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു അനുഭവം ഉണ്ടല്ലോ, ഇക്വേഷൻസ്. ഇന്ന് മനുഷ്യൻ എല്ലാറ്റിനും സൂത്രവാക്യം കണ്ടുപിടിച്ചുകൊണ്ട് പോവുകയാണ്. അത് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരുപാട് ഉപായത്തിന്റെ സൂത്രങ്ങൾ. ഉടയതമ്പുരാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യൻ സൂത്രമില്ലാത്തവൻ, നേരുള്ളവനായിരുന്നു. അവൻ അപ്രൈറ്റ് ആയിരുന്നു, പരമാർത്ഥിയായിരുന്നു. എന്നാൽ അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വരുന്നു. ഇവിടം തുടങ്ങിയാണ് മനുഷ്യ ജീവിതം 2 ഭാഗങ്ങളായി തിരിയുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവത്തിന്റെ കരപല്ലവങ്ങളാൽ വിരചിതനായ മനുഷ്യൻ അത്ഭുത പ്രതിഭാസമായിരുന്നില്ലേ? അവൻ നേരുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടെന്നാലോ അവരോ അനേകം സൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. എന്തിനായി സൂത്രമെന്നറിയാമോ? ജീവിക്കുവാൻ
വീഴ്ത്തുവാൻ സൂത്രം, മറ്റുള്ളവരെ ഒതുക്കുവാനുള്ള സൂത്രം, നമ്മേക്കാൾ വളർന്നു പോകുന്നവരുണ്ടെങ്കിൽ ചവിട്ടിത്താഴ്ത്തുവാനുള്ള സൂത്രം എന്ന് വേണ്ട ഏതെല്ലാം മാർഗങ്ങൾ, എവിടെയെല്ലാം, എന്തിനെല്ലാം ഇക്വേഷൻ കണ്ടുപിടിക്കാമോ കണ്ടുപിടിച്ച ഇക്വേഷൻ അതിന്റേതായ നിലകളിൽ അതിന്റേതായ പരുവത്തിന് ഉപയോഗിച്ച് മറ്റുള്ളവരെ ചവിട്ടി വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ലോകം. ദൈവവചനം പറയുന്നു, സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. എന്നാലോ മനുഷ്യരോ സൂത്രങ്ങളെ കണ്ടുപിടിച്ച് ദൈവ വഴികളിൽ നിന്ന് അന്യപ്പെട്ട് അകന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ നാം നോക്കുമ്പോൾ ദൈവ വചന നിയമപരമായി സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ഒരു ചക്രവർത്തിയായിരുന്നു, ഒരു എംപററായിരുന്നു, സകലത്തിന്റെയും രാജാവായിരുന്നു. തെളിവുണ്ടോ? ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിച്ചാട്ടെ. ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി, ഭൂമിമേൽ നിറഞ്ഞ് അതിനെ അടക്കി, സമുദ്രത്തിലെ മത്സ്യങ്ങളിന്മേലും ആകാശത്തിലെ പറവുകളിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവം മനുഷ്യരോട് പറയ സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീൻ. ദൈവത്തിന് സ്തോത്രം. ഭൂമിയെ വാഴുവാൻ ദൈവം അനുവാദം കൊടുത്തു. സമുദ്രത്തിലെ മത്സ്യങ്ങളെ വാഴുവാൻ ദൈവം അധികാരം കൊടുത്തു. ആകാശത്തിലെ പറവകളെ വാഴുവാൻ ദൈവം അധികാരം കൊടുത്തു. സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവാൻ ഉള്ള അധികാരം മനുഷ്യന് കൊടുത്തു. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ നിയമപരമായി സകല സൃഷ്ടിയുടെയും ഉടമസ്ഥനും രാജാവുമായിരുന്നു മനുഷ്യൻ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ആധുനികലോ ഈ ലോകത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ മനുഷ്യന് എവിടെ ആരെയാണ് വാഴുവാൻ കഴിയുന്നത്? ഒരുപക്ഷെ മനുഷ്യന്റെ ബുദ്ധിയാൽ, അവന്റെ ജ്ഞാനത്താൽ, ആധുനിക ടെക്നോളജികളുടെ സഹായത്തോടെ ഭൂമി അവൻ കീഴടക്കുന്നുണ്ട്, സത്യം. എന്നാൽ ഭൂമിയിൽ മനുഷ്യന് സ്വതന്ത്രമായി കീഴടങ്ങി കൊടുക്കുന്ന എന്തുണ്ട്? ഒരു കൊതുക് പോലും, ദൈവത്തിന് സ്തോത്രം, മണിക്കൂറുകൾ മാത്രം ആയുസുള്ള ഒരു കൊതുക് പോലും മനുഷ്യന് കീഴടങ്ങുന്നില്ലെന്നുള്ളതാ സത്യം. ദൈവത്തിന് സ്തോത്രം. ഈ കണ്ടമ്പേരൂരും ഈ റാന്നിയുടെ പരിസര പ്രദേശങ്ങളിലും നെല്ലിക്കവൻ ഭാഗത്തുള്ളവരും കൊതുകിന്റെ കാര്യമൊന്നും പറഞ്ഞാൽ അറിയുകയല്ല. ഞങ്ങൾ പാർക്കുന്ന കൊച്ചി പട്ടണത്തിലോട്ട് വന്നാൽ അറിയാം, 7 മണി കഴിഞ്ഞാൽ പിന്നെ ചടപടാന്ന് പൊട്ടുന്ന ശബ്ദമാണ്. എല്ലാവരും മോസ്കിറ്റോ കില്ലർ ബാറ്റും പിടിച്ചുകൊണ്ട് ബാഡ്മിന്റൺ അടിക്കുകയാണ്. സാനിയ മിർസയേക്കാൾ വലിയ അടി നടത്തുന്ന കാഴ്ച കാണാൻ. ചടപടാന്നുള്ള പൊട്ടലാണ്, എല്ലായിടത്തും പൊട്ടല്. ദൈവത്തിന് സ്തോത്രം. കാരണം നിൽക്കാൻ വയ്യ. കാലിലൊന്ന് അടിക്കുന്നു, തലയിലൊന്ന് അടിക്കുന്നു, മുഖത്തടിക്കുന്നു, പിന്നെ വല്ലവരുടെ മുഖത്ത് കയറി അടിക്കുന്നു. ആകപ്പാടെ അടിയും ബഹളവുമാണ്. കാരണം ഇത്രയും പോകുന്ന കൊതു മനുഷ്യനെ കുത്തി ഓടിക്കുന്നു. കീഴടങ്ങുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. പറവകൾ കീഴടങ്ങുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. പറവകളൊന്നും കീഴടങ്ങുകയില്ല. ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട് വിസിറ്റിങ്ങിനായി പുതിയ വീട്ടിൽ ചെന്നങ്ങോട്ട് കയറിയപ്പോൾ ജോലിക്കാരൻ ഗേറ്റ് തുറന്നു വന്നു. ഞാൻ അകത്തേക്ക് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പൂവൻകോഴി എന്റെ നേരെ ഓടി വരിക, എന്നെ കൊത്താനായിട്ട് വരിക. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണല്ലോ, ഓടി വന്നതെല്ലാം തിന്നാൻ വരികയാണെന്നാ. എന്റെ നേരെ വന്ന് ഇങ്ങനെ വാലും പപ്പും എല്ലാം പൊക്കി ഇങ്ങനെ കൊത്താനായിട്ട് പറക്കുക. ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഭൂമിയിൽ പാർക്കുന്ന പറവകൾ മനുഷ്യന് ഒതുങ്ങിക്കൊടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇഴജാതികൾ കീഴടങ്ങുന്നുണ്ടോ? ഇല്ല. മത്സ്യങ്ങൾ കീഴടങ്ങുന്നുണ്ടോ? സമുദ്രത്തിൽ പാർക്കുന്ന മത്സ്യങ്ങൾ കീഴടങ്ങുന്നുണ്ടോ? സമുദ്ര ജലജന്തുക്കൾ മനുഷ്യന് കീഴടങ്ങുന്നുണ്ടോ? ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഫോർട്ട് കൊച്ചി ബീച്ചിലുണ്ടായ ഒരു സംഭവം ഒരുപക്ഷെ പത്രത്താളുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഒരു വലിയ ഞണ്ടിനെ മത്സ്യബന്ധനത്തിന് പോയവർ പിടിച്ചുകൊണ്ടുവന്ന് കരയിലേക്ക് ഇട്ടു. എന്ന് പറഞ്ഞാൽ സിമന്റ് കൂട്ടി കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന ചട്ടി കോരിക്കൊണ്ടുപോകുന്ന ആ ചട്ടിയോളം വലിപ്പമുള്ള ഒരു വലിയ ഞണ്ട്. അതിനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കുവാൻ ആളുകൾ വന്നു, പത്രക്കാർ വന്നപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന ആള് ആ ഞണ്ടിന്റെ കാലുകളിൽ ഇങ്ങനെ പിടിച്ച് അതിനെ ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി കാണിച്ചു. ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കുന്നു, മറുഭാഗത്ത് വീഡിയോ. ഫ്ലാഷുകൾ മിന്നി മറയുമ്പോൾ ആ ഞണ്ട് തന്റെ 2 മുൻകൈകൾ നീട്ടിപ്പിടിച്ച് അവന്റെ കഴുത്തിലോട്ട് പിടിച്ചിറക്കി. ദൈവത്തിന് സ്തോത്രം. ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നവർ വിചാരിച്ചു അതും സത്യമായിരിക്കും. യാഥാർത്ഥ്യം. നല്ല വീഡിയോ ലൈവായിട്ട് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ താഴേക്ക് ചരിഞ്ഞു വീണു. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കാറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. പിടിച്ചെടുത്തുകൊണ്ട് വന്ന ഞണ്ട് കരയിൽ വന്ന് മനുഷ്യന്റെ കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കി കൊന്നെന്ന് പറഞ്ഞ മനുഷ്യൻ
മനുഷ്യൻ കൊന്നെന്ന് പറഞ്ഞ പിന്നെയും കൊള്ളാം. കടലിൽ നിന്ന് കയറി വന്ന ഞണ്ട് മനുഷ്യന്റെ കഴുത്ത് പിടിച്ച് ഞെവിച്ച് കൊന്നുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എത്രയെത്ര സംഭവങ്ങൾ ലോകത്തിൽ നമുക്ക് കാണാം. ലോകത്തിലെ മൃഗങ്ങൾ, ഈ ലോകത്തിൽ പാർക്കുന്ന ഭൂചര ജന്തുക്കൾ മനുഷ്യന് കീഴടങ്ങുന്നുണ്ടോ? കാട്ടിൽ കിടക്കുന്ന ആനയെ പിടിച്ചുകൊണ്ടുവന്ന് നാട്ടിൽ മെരുക്കിയെടുത്ത് വളർത്തുവാൻ മനുഷ്യന്റെ ബുദ്ധിയും കഴിവും അവനെ സഹായിച്ചു. പക്ഷേ അവസരം വരുമ്പോൾ അവനെ ചവിട്ടി വീഴ്ത്തുന്ന ആനകൾ, മൃഗങ്ങൾ, ജീവജാലങ്ങൾ ഒന്നും അവന് കീഴടങ്ങുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ അതിന്റെ പിൻപിലൊരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആദിമ ഏദൻ തോട്ടത്തില് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യർ ദൈവവചന നിയമപ്രകാരം സകല സൃഷ്ടികളുടെ മേലും വാഴുവാൻ തക്കവണ്ണം ഒരു രാജാവായിരുന്നു. ബൈബിൾ വ്യക്തമായി പറയുന്നു, ഭൂമിമേൽ നിങ്ങൾ വാഴുവീ, സമുദ്രത്തിന്മേൽ വാഴുവീ, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേൽ വാഴുവീ, ആകാശത്തിലെ പറവകളുടെ മേൽ വാഴുവീ, സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീ എന്ന് പറഞ്ഞ് ദൈവം വാഴ്ചകളും അധികാരങ്ങളും കൊടുത്ത് ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യൻ ഇതിൽ നിന്നെല്ലാം അകന്ന് അന്യപ്പെട്ടു പോയതെപ്പോഴെന്നറിയുമോ? സൂത്രങ്ങൾ കണ്ടുപിടിക്കുവാൻ തുടങ്ങി. പാപമെന്ന് പറയുന്ന മഹാപ്രതിഭാസം മനുഷ്യനെ വിഴുങ്ങുവാൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ അതിന് നിന്നുകൊടുത്ത മനുഷ്യന്റെ മുൻപാകെ പാപം അവനെ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളും വാഴ്ചകളും അധികാരങ്ങളും മനുഷ്യന് നഷ്ടപ്പെട്ട് അവനിപ്പോൾ ഒരു ദാസനായി, അധികാരം നഷ്ടപ്പെട്ടവനായി, സ്ഥാനഭ്രഷ്ടനാക്കിയ രാജാവിനെ പോലെ മനുഷ്യൻ പാപത്തിന് ദാസനായി തീർന്നുപോയതായി ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ഇങ്ങനൊരു അനുഭവം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്? കൽപ്പനാ ലംഘനത്തിലൂടെ. നമുക്കറിയാം, ആ ഏദന്റെ ചരിത്രം പഠിക്കുമ്പോൾ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ഏദൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവവും മനുഷ്യനുമായി സംഭാഷണങ്ങൾ നടത്തുന്നു. ഒരു ദിവസം ദൈവം ഇറങ്ങി. മനുഷ്യന്റെ കാലൊച്ച അവിടെയും ഇവിടെയും ഓടി നടക്കുന്ന കാലൊച്ച ദൈവത്തിന്റെ മുൻപാകെ വരുവാൻ കഴിയാതെ മനുഷ്യൻ ഓടി മറയുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നാദ്യമായി തന്റെ സൃഷ്ടിയെ ദൈവം വിളിച്ചു. അന്ന് വരെ ഈ മനുഷ്യനെ വിളിക്കേണ്ടതായി വന്നില്ല. ആദ്യമായിട്ടാണ് ദൈവം വിളിച്ചത്. അതാം നീ എവിടെയാകുന്നു? ദൈവത്തിന് സ്തോത്രം. അപ്പോ അതാം ഒരു മറുപടി പറയും, ഞാൻ നഗ്നനാകുന്നു, നിന്റെ മുൻപാകെ നിൽപ്പാൻ എനിക്ക് കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ചോദിച്ചത്, ആ സമയത്ത് ചോദിച്ച് എന്ത് പറ്റി, എപ്പോഴാ സംഭവിച്ചത്, ആരാ കാരണക്കാര്, അതിന്റെ സമയമൊന്ന് പറയാമോ, അതിന്റെ മുഹൂർത്തമൊന്നും, ഇതൊന്നും ചോദിച്ചില്ല. ദൈവം അടുത്തതായി ഒരു വാക്ക്, ഞാൻ അരുതേ എന്ന് പറഞ്ഞത് നീ ചെയ്തുവോ? ഇതായിരുന്നു ദൈവത്തിന്റെ ചോദ്യം. ആധുനിക ലോകത്തിലും ദൈവത്തിന്റെ മുൻപാകെ നിൽപ്പാൻ കഴിയാതെ മനുഷ്യവർഗം ഓടിമറയുന്നു. ഒരുപാട് ഉപാധികൾ, ഒഴിവ് കഴിവുകൾ മനുഷ്യൻ പറയുമ്പോൾ വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപാകെ നിൽപ്പാൻ കഴിയാതെ മനുഷ്യൻ ഓടിമറയുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? സ്വന്തം ജീവിതത്തിലെ തെറ്റുകൾ മറയ്ക്കുവാൻ മറ്റുള്ളവരെ പഴിചാരുന്നു. അതാം ദൈവത്തോട് പറയുന്നു, നീ എനിക്കൊരുവളെ തന്നില്ലയോ? അവൾ എനിക്ക് തന്നുപോയി, ഞാൻ അങ്ങ് തിന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സാഹചര്യത്തിലും മനുഷ്യൻ പറയുന്നതാ, ഞാൻ ചെയ്തതല്ല, ആരാണ്ടെല്ലാം കൂടെ ചേർന്ന് എന്നെ ഒപ്പിച്ചതാണ്, അവരിവരെല്ലാം കൂടെ ചേർന്നുകൂടി എന്നെ പറ്റിച്ചതാണ്. ഇതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ പറയുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കൽപ്പനാ ലംഘനത്താൽ മനുഷ്യൻ ദൈവത്തിന്റെ മുൻപിൽ തള്ളപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നതിനാൽ മനുഷ്യൻ ദൈവത്തിൽ തള്ളപ്പെട്ട് പാപി എന്നൊരു വിഭാഗം പുതുതായി സൃഷ്ടിക്കപ്പെടുന്നു. ഇനി മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് നോക്കിയാൽ മനുഷ്യൻ പാപം ചെയ്തല്ല പാപിയായത്. ദൈവത്തിന് സ്തോത്രം. സൃഷ്ടിയിൽ തന്നെ നമുക്കറിയാമല്ലോ, പാപം ആദിമ ഏദനിലുണ്ടായ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങൾ നോക്കിയാൽ അവൻ പാപമില്ലാത്തവനായി സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ആദാമ്യ തലമുറയെ, അടുത്ത ജനറേഷനെ നാം പഠിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തന്നെ പാപത്തിൽ. ദാവീദ് പറഞ്ഞു, അയ്യോ ഞാൻ പാപത്തിൽ ഉത്ഭവിക്കപ്പെടുകയാ. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ പാപം ചെയ്തു പാപിയാകുകയല്ല, അവൻ ജനിക്കുമ്പോൾ തന്നെ പാപിയായി ജനിക്കുന്നു. എന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ പാപം ചെയ്ത് അവൻ പാപത്തിന് ദാസനായി തീരുകയാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴുള്ള ജന്മപാപത്തിൽ അവൻ പാപത്തിന് അടിമയല്ല, അവൻ പാപം ചെയ്യുമ്പോൾ അതിനവൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പാപത്തിന് അവൻ ദാസനായി തീരുന്നത്. എന്താണ് ഈ പാപം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടി പഴയ
പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും മൂലഭാഷകളായ എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ പാപം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന രണ്ട് പദങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ഭാഷയിലേക്ക് നാം വരുമ്പോൾ ഹാറ്റ എന്നൊരു പദമാണ് പാപം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക് എന്നുള്ളതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം വരച്ചു നൽകിയ രേഖ മറികടന്ന് അതിനെ മറന്നതിനപ്പുറത്തേക്ക് പോകുന്നത് അതാകുന്നു പാപം. അതിന് തെളിവായി വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു പറയാൻ അനേക സംഭവങ്ങളുണ്ട്. സമയ ചുരുക്കത്താൽ ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഗ്രീക്ക് ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദം ഹമാർട്ടിയ എന്നാകുന്നു. അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നാകുന്നു. ദൈവത്തിന് സ്തോത്രം. എബ്രായ ഭാഷയിൽ ഹാറ്റ മിസ്സിംഗ് ദ മാർക്ക്. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവം വരച്ചു കൊടുത്ത അതിർത്തി, ആ വരകളെ അവൻ ലംഘിച്ച് മുൻപോട്ട് പോകുന്നു. ഗ്രീക്ക് ഭാഷയിൽ ഹമാർട്ടിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോവുക. ഇതാകുന്നു പാപം എന്ന് പറയുന്നത്. മിസ്സിംഗ് ദ മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവന് വരച്ചു കൊടുത്ത നിയമിച്ചു കൊടുത്ത ആ അനുഭവങ്ങളെയൊക്കെ അവൻ തെറ്റിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കുവാനായിട്ട് വളരെ വ്യക്തമായി ലോകത്തിലെ പല സംഭവങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1986 സിയോളിൽ നടന്ന ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നോക്കിയാൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 800 മീറ്റർ ഓട്ടത്തിൽ പോയ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഷൈനി വിൽസൺ. ദൈവത്തിന് സ്തോത്രം. കേരളത്തിൽ നിന്ന് പോയതാണ്. ഓടി 1ാം സ്ഥാനം കരസ്ഥമാക്കി ഗോൾഡ് മെഡൽ ജേതാവായി. എന്നാൽ ഇതിന്റെ റിവ്യൂ അധികൃതർ പരിശോധിച്ചപ്പോൾ, അതിന് ചുമതലപ്പെട്ടവർ അതിന്റെ റിപ്ലൈ കണ്ടു നോക്കിയപ്പോൾ ഒരു ചെറിയ വ്യതിയാനം, മിസ്സിംഗ് ദ മാർക്ക്, ഒരു ചെറിയ ലൈൻ മാറിപ്പോയിരിക്കുന്നതായി കണ്ടു. ഷൈനി വിൽസനെ അയോഗ്യയാക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്ത്യ ഒന്നാകെ കരഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കും വലിയ സങ്കടം തോന്നി. ഷൈനി വിൽസനുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഏഷ്യൻ ഗെയിംസിന് വേണ്ടി സിയോളിൽ പോയിട്ട് ചെറിയ ഒരു വരയുടെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തപ്പോൾ എനിക്കും സങ്കടം തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം പറഞ്ഞ് എന്തിനെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വിരുദുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അത് നഷ്ടപ്പെടുവാൻ ഒരു ചെറിയ കാര്യം മതിയാകും. ഗോൾഡ് മെഡൽ ജേതാവായി തീരേണ്ടവർ ഒരു നിസ്സാര കാര്യത്താൽ ലക്ഷ്യത്തോടടുക്കുമ്പോൾ ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ പാപത്താൽ ഒരുപക്ഷെ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അത് വരാതിരിക്കുവാൻ ദൈവത്തിന് സ്തോത്രം. ഹമാറ്റിയ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. ഹാറ്റ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. പാപം മനുഷ്യ ജീവിതങ്ങളെ വാഴുവാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവ വഴികളെ വിട്ട് സ്വന്തം വഴികൾ തിരഞ്ഞെടുത്ത് അവൻ പാപത്തിന് ദാസനായി തീർന്നുപോയതായി വേദം നമ്മെ ഓർപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലൂടെ നാം നോക്കുമ്പോൾ പാപത്തിന് കൊടുത്തിരിക്കുന്ന പട്ടികകൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം സംഭവിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ പെന്തിക്കോസുകാരായ ദൈവമക്കൾക്ക് നമ്മൾ പാപമെന്നൊക്കെ പറഞ്ഞാല് ദൈവത്തിന് സ്തോത്രം എഴുതി വച്ചിരിക്കുന്ന ചില 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ വിശുദ്ധനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ചിലർ പറയാറുണ്ട്, ചില സാക്ഷ്യത്തിലും പറയൂ, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുകൊണ്ട് ഇന്ന് വരെ എന്നെ അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് ദൈവം എന്നെ സൂക്ഷിച്ചു. അങ്ങനെ പറയുന്ന ഒരു വിശുദ്ധരാണോ ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്നാണ് എന്റെ മതം. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താ? അവർക്ക് അവസരം കിട്ടിയാൽ ചെയ്യുമെന്നുള്ളത് ഉറപ്പാ. അവസരം കിട്ടാഞ്ഞിട്ട് ചെയ്യാത്തതല്ല വിജയം, അവസരം കിട്ടിയിട്ട് പോലും അത് വേണ്ട എന്ന് വിചാരിച്ച് പോകുന്നത് അത്രേ ഒരു മനുഷ്യന്റെ ഓവർകമ്മിങ് ലൈഫ്, വിക്ടറി എന്ന് പറയുന്ന ജയജീവിതം, വിക്ടോറിയസ് ലൈഫ് എന്ന് പറയുന്നത് അവസരം കിട്ടിയിട്ട് ചെയ്യാതിരിക്കുക. അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല, നാളെ അവസരം കിട്ടിയാൽ പണി പറ്റിക്കും എന്നുള്ളത് ഉറപ്പായി, യാതൊരു തർക്കവുമില്ല. അത് വിശുദ്ധിയല്ല, അത് വിശുദ്ധന്റെ ലക്ഷണവുമല്ല. ഒരുപക്ഷെ ബന്ധിക്കോസുകാരായ നമുക്ക് ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ അഥവാ തെറ്റിദ്ധാരണകളൊക്കെ വരാറുണ്ട്. എന്നും ചോദിച്ചാൽ പാപത്തെക്കുറിച്ച് നമ്മൾ ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതൊന്നുമില്ലെങ്കിൽ ഞാൻ വിശുദ്ധനാ. ആ തെറ്റിദ്ധാരണ ഒന്നും മാറാൻ വേണ്ടി 2-3 കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. യോഹന്നാന്റെ 1-ാം ലേഖനം. ഇത് വേദപാഠ കൂട്ടമായതുകൊണ്ട് ചിലപ്പോൾ അല്പം വചനങ്ങളൊക്കെ കൂടുതൽ വായിക്കുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളും അതൊന്ന് പരിശോധിക്കുക, ഉള്ളതാണോ എന്നുള്ളത്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. യോഹന്നാൻ 5:17. ഏത് അനീതിയും പാപമാകുന്നു. ഏത് അനീതിയും പാപമാകുന്നു.
അൺറൈച്ചസ്നെസ്. അനീതി എന്ന് പറയുന്നത് പാപമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ അനീതി എന്ന് പറഞ്ഞാൽ ദൈവനീതിക്ക് വിപരീതമായിട്ടുള്ളത് സകലതും. ദൈവത്തിന് സ്തോത്രം. വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ യേശുവിന്റെ ശിഷ്യനായ യൂദയെക്കുറിച്ച് പറയുന്നു. യേശുവിനെ വിറ്റപ്പോൾ അവൻ കൊതിച്ചത് അനീതിയുടെ കൂലിയായിരുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 2-ന്റെ-16-ാം വാക്യം വായിക്കുമ്പോൾ ബിലയാം എന്ന പ്രവാചകനെ കുറിച്ച് പറയുന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ച് ബാലാക്കിന്റെ പിന്നാലെ പോയി. ഞാൻ ഈ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ ഞാൻ എന്തിനാ ഇവരെ രണ്ടുപേരെയും പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഒന്ന് യേശുവിന്റെ ശിഷ്യനായിരുന്നു, മറ്റൊന്ന് ദൈവവചനത്തിലെ ശക്തനായൊരു പ്രൊഫറ്റായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നൊരു പ്രവാചകൻ, മറ്റൊന്ന് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ. ചെല്ലു ചോദിക്കൂ, അയ്യോ യേശുവിന്റെ ശിഷ്യന്മാർക്ക് അങ്ങനെ വരാമോ? വരും. യേശുവിന്റെ കൂടെ നടന്നവർക്ക് വന്നെങ്കിൽ പിന്നാണോ ഇക്കാലത്തുള്ളവർക്ക് വരാൻ ബുദ്ധിമുട്ട്? ദൈവത്തിന് സ്തോത്രം. വരും, വന്നിട്ടുണ്ട്, വരാറുമുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകും. ദൈവമക്കളുടെ ഇടയിലും അത് വരാം. ബിലയാം ദൈവത്തിന്റെ ശക്തനായ പ്രവാചകൻ. മോവാബ്യ രാജാവായ ബാലാക്ക് നമ്മളെപ്പോലെ പൊട്ടനല്ല. അദ്ദേഹം എന്തിനാ ബിലയാമിന്റെ അടുത്ത് പോയതെന്നറിയാമോ? പ്രവചിക്കുവാൻ, ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബിലയാമിന്റെ അടുക്കൽ പോയി. മറ്റാരുടെ അടുക്കൽ പോകാതെ ബിലയാമിന്റെ അടുക്കൽ പോകാൻ ഒരു കാരണമുണ്ട്. അന്ന് വരെ ബിലയാം ദൈവനാമം പറഞ്ഞ് ഒരുത്തനെ അനുഗ്രഹിച്ചോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ആരെയെങ്കിലും ഒരുത്തനെ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞോ അവന്റെ ജീവിതം ഗതി പിടിച്ചിട്ടില്ല. ഇത് ബാലാക്കിന് അറിയാം. അതുകൊണ്ടാണ് ബിലയാമിന്റെ അടുക്കലോട്ട് ഓടിച്ചത്. ഒന്ന് വരണേ, ഒന്ന് ശപിക്കണേ, എനിക്കാണെ ഇപ്പൊ നിക്കക്കള്ളിയില്ലാതിരിക്കുക, ഒന്ന് വന്നാട്ടെ ചായ എന്നും പറഞ്ഞപ്പോൾ ബിലയാം ആദ്യമൊക്കെ പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല, വെള്ളി തന്നാ വരികയില്ല, പൊന്ന് തന്നാ വരികയില്ല, സമ്പത്ത് തന്നാ വരികയില്ലെന്നൊക്കെ പറഞ്ഞവൻ അവസാനം സമ്പത്ത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇളിഭ്യനായി ആ പ്രവർത്തിക്കായി പോയപ്പോൾ പിൽക്കാലത്ത് അപ്പോസ്തലൻ ആത്മാവിൽ എഴുതി വെച്ചു, ബിലയാം അനീതിയുടെ കൂലി വാങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അനീതിയുടെ കൂലി ലോകത്തിൽ ഒന്നിലും ഒരിടത്തും ദൈവമക്കൾ കൈപ്പറ്റരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പക്കൽ ഒരിക്കലും അങ്ങനെ ഒന്ന് വരരുത്. അന്യായമായത് ജീവിതത്തിൽ വന്നോ അത് പാപമാണ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിയുടെ അനുഭവങ്ങൾ നേടാൻ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? നിന്നെ ദൈവം മാനിക്കും. ഇന്ന് കഷ്ടമായിരിക്കും, ഇന്ന് ബുദ്ധിമുട്ടായിരിക്കും, ദൈവം നിന്നെ മാനിക്കും. നമ്മുടെ വിശ്വാസികളായിരുന്ന ഒരു സഹോദരൻ, താൻ ഷിപ്പ്യാർഡിലാണ് ജോലി ചെയ്യുന്ന, കസ്റ്റംസിലെ ഒരു ഇൻസ്പെക്ടറാണ്, ഒരു ഓഫീസറാണ്. അദ്ദേഹം ജോലിക്കായിട്ട് പോകുമ്പോൾ ഒരു പോർട്ടിൽ താൻ ജോലി ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നം, തൂത്തുക്കുടി പോർട്ടിൽ താൻ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവിടെ വലിയ പ്രശ്നങ്ങളാണ്. എന്നും തന്റെ ഭാരങ്ങൾ പറഞ്ഞു വിളിക്കും. ഒരു വിധത്തിലും ജോലി ചെയ്യുവാൻ കഴിയുകയില്ല. തന്റെ മേലുദ്യോഗസ്ഥർ കൈക്കൂലിയുടെ ആശാന്മാര്, താഴെയുള്ളവരും അതുപോലെ കോടികളും ലക്ഷങ്ങളുമുള്ള കൈക്കൂലി വാങ്ങിപ്പോകുന്ന അനുഭവം. ഇദ്ദേഹം എന്നോട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്ത് സൈൻ ചെയ്താലും അന്യായമായ ഒരൊറ്റ ഫയലും നിങ്ങൾ സൈൻ ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സംഭവം തന്റെ ജീവിതത്തിലുണ്ടായി. തന്റെ മേലുദ്യോഗസ്ഥൻ തന്നെ വിളിച്ച് കഠിനമായി ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ കൈക്കൂലി സംബന്ധമായ വിഷയങ്ങൾ താൻ വാങ്ങാത്തതുകൊണ്ട് അവർക്ക് നേടുവാൻ കഴിയാത്തതിനാൽ വലിയ ബുദ്ധിമുട്ട് തനിക്കുണ്ടായി. രാത്രിയിൽ താൻ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട. അദ്ദേഹം വളരെ മാനസിക വ്യതയിലായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മേലുദ്യോഗസ്ഥന്റെ വീട് CBI റെയ്ഡ് ചെയ്ത് 50 ലക്ഷം രൂപ പിടിച്ചുകൊണ്ടുപോയി താനെന്ന് ജയിലിൽ കിടക്കുക. ആ ദൈവവൈതൽ ഇന്നും ലോകത്തിൽ ജീവിക്കുന്നു. ദൈവവൈതലായി അനീതിയുടെ കൂലി കൊതിച്ച് പോകല്ല ദൈവമക്കളെ. ലോകം നിങ്ങളുടെ മുൻപാകെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ വാരി കോരിത്തരാമെന്ന് ചൊരിഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ വിളമ്പിയാലും അതിന്റെ പിന്നാലെ പോയാൽ ബൈബിൾ പറയുന്നു സകല അനീതിയും പാപമാകുന്നു. ദൈവവചനം ഓർപ്പിക്കുകയാ. ബിലയാം അനീതിയുടെ കൂലി കൊതിച്ചു, അവന് ശിക്ഷ വാങ്ങി. യൂദ അനീതിയുടെ കൂലി കൊതിച്ചു. ഏതാണ് അനീതി എന്നറിയാമോ? രക്ഷകനെ പോലും വിറ്റുകളഞ്ഞ അനീതി. പലരും പല ദൈവമക്കളോ സാഹചര്യവശാൽ രക്ഷിതാവായ ദൈവപുത്രനെ പോലും പലപ്പോഴും വിറ്റുകളഞ്ഞു പോകുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു കാലത്ത് അത് സംഭവിക്കരുത്. രണ്ടാമതായി നോക്കുമ്പോൾ ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, വാക്യങ്ങൾ വായിച്ചു പോകുവാൻ സമയമില്ല, ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുക. 22-ന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഒരുവൻ പ്രമാണത്തെ നിസ്സാരമാക്കിയാൽ അതവന് പാപമാകുന്നു. ദൈവം തന്ന പ്രമാണങ്ങൾ ആരും ഒരിടത്തും നിസ്സാരവൽക്കരിക്കരുത്. ആധുനിക ലോകത്തിലെ പെന്തക്കോസുകാരാണ് അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രമാണം നൽകിയത് അന്ന് നൽകിയ പ്രമാണത്തിന് ഇന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ കാലങ്ങളിലൊക്കെ പറയുന്നത് എന്താ വെച്ചാ 21ാം നൂറ്റാണ്ടല്ലേ, നമ്മൾ പുനർചിന്തനം നടത്തേണ്ട കാലമല്ലേ, പഴയ കാലം വല്ലോ ആണോ, ഇപ്പൊ നമ്മള് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടായോ, മാറ്റങ്ങളൊക്കെ വേണ്ടായോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയ പെന്തിക്കോസുകാരായ നല്ലവരായ ദൈവമക്കളോട് ഞാൻ പറയുകയാ, നീ നിന്റെ ജീവിതത്തിൽ പ്രമാണങ്ങളെ ലഘൂകരിച്ച് പാപം വരുത്തിവെച്ച് ശിക്ഷ വരുത്തരുത് എന്ന് ദൈവവചനം പറയുന്നു. ഇനിയും ആവർത്തന പുസ്തകം 20:18 വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നു, ദൈവം വെറുക്കുന്ന ജാതികളുടെ